നമസ്കാരം. അസമത്വം അഥവാ ഇന്നിക്വാളിറ്റി 2026 വേൾഡ് ഇന്നിക്വാളിറ്റി ലാബിൻ്റെ ഒരു പഠന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഇന്ത്യയിലെ 40% വരുന്ന സമ്പത്ത്, ഇന്ത്യയുടെ ആകെ സമ്പത്തിൻ്റെ 40% 1% വരുന്ന അതിസമ്പന്നർ കൈവശപ്പെടുത്തിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ അസമത്വം സ്ത്രീ പുരുഷ ലിംഗവ്യത്യാസത്തിൽ മാത്രമല്ല, സമ്പത്തിൻ്റെ വ്യത്യാസത്തിലാണ് അത് മുന്നിട്ട് നിൽക്കുന്നത്. ആണധികാരത്തിൻ്റെ മേൽക്കോയ്മയാണ് ലോകമെങ്ങും ഇന്നുള്ളത്. കേരളത്തിൽ കുറേ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. അതേസമയം ഇന്ത്യയുടെ സ്ഥിതി അങ്ങനെയൊന്നുമല്ല. പുരാതന ഗ്രീക്ക് ചിന്തകന്മാർ മുതൽ സമത്വ സിദ്ധാന്തവാദികളായിരുന്നു. മാർക്സിൻ്റെ തൊഴിലാളി വർഗ സിദ്ധാന്തം പോലും വർഗരഹിതമായ, വർഗ വ്യത്യാസമില്ലാത്ത ഒരു സ്ഥിതിസമത്വ സുന്ദര സമൂഹത്തെയാണ് വിഭാവന ചെയ്യുന്നത്. എന്നാൽ ഇന്ന് വരെ ലോകം അങ്ങനെ ഒരു മനുഷ്യ സമൂഹത്തെ എവിടെയും കണ്ടിട്ട് പോലുമില്ല.